ഇന്ന് നാസിലാണ് ട്രേഡ് പോയത്. ഒന്ന് ജസ്റ്റ് നോക്കാം. ഇത് 1 ഡേ ടൈം ഫ്രെയിം ആണ്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ നാസ് രാവിലെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ US 500 പോയി നോക്കുമ്പോൾ ഒരു ലോയാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു SMT ഉണ്ട്. അപ്പം തന്നെ ഞാൻ എൻ്റെ ബയാസ് ബെയറിഷായി. അപ്പോൾ തന്നെയല്ല, ഇതൊരു ലീഡിങ് പെയർ ആണ്. കാരണം ലീഡിങ് പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചൊരു പെയറാണ്. അപ്പോൾ ഇത് ഒരു ലീഡിങ് പെയറാണ്. അപ്പോൾ ഞാൻ 4 ഹവറിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഓൾറെഡി 13 ക്യാൻഡിൽ തന്നെ ആ ഒരു ക്യാൻഡിൽ തന്നെ എൻ്റെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഐഡിയൽ ആയിട്ടുള്ള ഫോർമേഷനോടെ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. ഇത് ഈ ഒരു ഹൈയാണ് നമ്മുടെ ഐഡിയൽ ഫോർമേഷൻ. എനിക്ക് ആ ട്രേഡ് മിസ്സായി എന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് SMT നോക്കാൻ വേണ്ടി ചെയ്ത. ഓക്കെ, അപ്പം ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചു. നമ്മൾ 15 മിനിറ്റിൽ പോയി നോക്കാമെങ്കിൽ അവിടെ ഒരു നല്ലൊരു എൻട്രി മിസ്സായിരുന്നു. എവിടെയാണ്? സോറി, ഇവിടെ രാവിലെ ഒരു നല്ലൊരു എൻട്രി മിസ്സായി. ഓക്കെ, അപ്പം ഞാൻ അത് വിട്ടു. എനിക്കാണെങ്കിൽ ആക്ച്വലി ഈ ഒരു ഏരിയയിൽ നല്ലൊരു ഇത് എനിക്ക് കാണാൻ പറ്റിയില്ല. അത്യാവശ്യം മാർക്കറ്റ് ഭയങ്കര ചോപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഏരിയ വിട്ടു. ഞാൻ 4 ഹവറിൽ പോയിട്ട് ഓൾറെഡി അത് ആ ഒരു പിക്ചർ കഴിഞ്ഞ പിക്ചറാണ്. മനസ്സിലായോ? ഇത് കഴിഞ്ഞ പിക്ചറാണ്. കാരണം അത് 13. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ്, ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ദിവസം എൻ്റെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു ക്യാൻഡിലിൻ്റെ കാര്യം. അത് 13 ക്യാൻഡിലാണ്. അത് ഞാൻ നോക്കുന്നില്ല. അത് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ക്യാൻഡിൽ റേഞ്ചാണ്. പക്ഷെ അതിൽ ഓൾറെഡി ഒരു സ്റ്റോറി കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു ഐഡിയൽ ഫോർമേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്യാൻഡിൽസ്. വെട്ടിപ്പേടിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ക്യാൻഡിൽ റേഞ്ചസ്. അപ്പോൾ 50 മിനിറ്റ് തന്നെ വെയിറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്തു. കുറേ സമയം വെയിറ്റ് ചെയ്തു രാവിലെ. പക്ഷെ അത് കിട്ടിയില്ല, അത് വിട്ടുപോയി രാവിലെ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഞാൻ പറഞ്ഞത് ഇതെനിക്ക് രാവിലെ മിസ്സായി. ഈ ഒരു എൻട്രി എനിക്ക് മിസ്സായിപ്പോയി. ഇത് രാവിലെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ ഈ ഒരു എൻട്രിയിലാണ് എപ്പോഴും കയറാറുള്ളത്. ഈ ഒരു എൻട്രി ഇത് ഒന്നുകിൽ ഇത് 17-ലായിരിക്കും, അല്ലെങ്കിൽ 21-ലായിരിക്കും എനിക്ക് കിട്ടുന്നത്. ആ ഒരു എൻട്രി രാവിലെ മിസ്സായിപ്പോയി. അതിനുശേഷം നോക്കിയപ്പോഴെല്ലാം മാർക്കറ്റ് ഭയങ്കര ചോപ്പിയായിരുന്നു. ഇവിടെ എനിക്ക് പറയുവാണെങ്കിൽ ഈ ദിവസത്തെ ആ ഒരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഇത് എനിക്ക് മിസ്സായി. പിന്നെ എനിക്ക് ഇവിടെ എങ്ങും എനിക്കൊരു നല്ലൊരു എന്താ പറയുക, CIST എനിക്ക് കിട്ടിയില്ല. അത്യാവശ്യം നല്ല ചോപ്പിയായിരുന്നു. പിന്നെ എനിക്ക് CIST കിട്ടുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17, 21, ഇത് 1 ആണ്. അപ്പോൾ ഈ ക്യാൻഡിലാണ് എനിക്ക് CIST കിട്ടുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു നല്ല CIST കിട്ടുന്നുണ്ട് വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലേ? അതായത് CIST ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ നോക്കി വെച്ചു. ഞാൻ എൻ്റെ എൻട്രി ടൈം ഫ്രെയിം ഇന്ന് 3 മിനിറ്റിലോട്ടാണ് പോയത്. കാരണം അത്യാവശ്യം മാർക്കറ്റ് നല്ല ചോപ്പി ആയത് കാരണം ഞാൻ 1 മിനിറ്റിൽ പോയാൽ ചിലപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ചോപ്പിനെസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 3 മിനിറ്റിലോട്ടാണ് പോയത്. അപ്പം എനിക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ ഒരു സ്ട്രക്ചർ കിട്ടി. ഇത് മാർക്കറ്റ് എന്താണ് ചെയ്തത്? മാർക്കറ്റ് ഇങ്ങനെ വന്നു, റെസ്പെക്ട് ചെയ്തു. ഇവിടെ ഒന്നും എനിക്ക് CIST കിട്ടിയിട്ടില്ല. ഇവിടെ വരുമ്പോഴാണ് എനിക്ക് ഒരു CIST കിട്ടുന്നത്. അപ്പോൾ എന്താണ്, ഞാൻ എന്ത് ചെയ്തു? ഞാൻ
ഞാൻ ആ CST മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിലാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. ഈ ഒരു ഓപ്പണിംഗ് പ്രൈസിലാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. ഇതിൻ്റെ താഴെ ഞാൻ SL വെക്കുന്നു. ഈ ഒരു ഇതിൻ്റെ താഴെ ഞാൻ SL വെച്ചു. അതായത് M15 ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ താഴെ, ഇറസ്പെക്റ്റീവിൻ്റെ താഴെ. എൻ്റെ താഴോട്ട് ഇനി മാർക്കറ്റ് വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്താണ് ഞാൻ ചെയ്യുന്നത്? എൻ്റെ ടാർഗറ്റിന് വേണ്ടിയിട്ട് ഞാൻ വരയ്ക്കുന്നു. അത്യാവശ്യം -4ൻ്റെ അവിടെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ നമ്മൾ 50 മിനിറ്റോട്ട് പോകും നമ്മളല്ലേ. എന്താണ് 50 മിനിറ്റ് നമുക്ക് കുറച്ചുകൂടെ നിയറസ്റ്റ് പിക്ചർ കിട്ടുമല്ലോ. ജസ്റ്റ് ചുമ്മാ അതിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ -4ൻ്റെ അവിടെ എനിക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എനിക്ക് എത്ര വിശ്വസിക്കാൻ പറ്റിയ ഒരു ഒരു ഇതല്ല. ഞാനിത് ഈ ഒരു ബോഡിയുടെ അവിടെയാണ് ഞാൻ ടാർഗറ്റ് വെക്കുന്നത്. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ട്രേഡ്. അതായത് ഇന്നലത്തെ ക്യാൻഡിൽ 3 അതേ സംഭവം തന്നെ. അതായത് ഞാൻ നോക്കിയതെന്ന് പറഞ്ഞാൽ 50 മിനിറ്റിൽ ക്ലിയർ ആയിട്ടുള്ളൊരു CIC എനിക്ക് വേണമായിരുന്നു. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ എല്ലാം മാർക്കറ്റ് ഭയങ്കര ചോപ്പിയാണ് 50 മിനിറ്റിൽ. ഇതൊക്കെ നമുക്ക് ഫെയർ വാല്യൂ ഇതായിട്ട് അസ്യൂം ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷെ ഇതാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഡെയിലി ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബെയറിഷ് ആയിരുന്നു അല്ലേ. പക്ഷെ ഇന്ന് ഒരു ഫ്രൈഡേ ആയത് കാരണം നമ്മൾ ഒരു മിഡ് ഒക്കെ ഒരു പകുതി ഒരു ലണ്ടനൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു TGIF നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു റിവേഴ്സൽ പ്രതീക്ഷിക്കാം. അത് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഒരു വോയിസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിലാണോ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചപ്പോഴാണോ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സെറ്റപ്പിൽ കയറി. പിന്നെ ഇതൊരു നീറ്റായിട്ടുള്ളൊരു സെറ്റപ്പാണ് എനിക്ക് വന്നത്. കാരണം എന്താണ്, എനിക്ക് നല്ല ഒരു CST വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് നല്ല അത്യാവശ്യം നല്ലൊരു എൻട്രിയാണ്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഇന്നലെ മറ്റേ ട്രേഡിംഗ് ക്യാൻഡിൽ 2 നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സെയിം സംഭവം തന്നെയാണ്, അത് എല്ലായിടത്തും വരുന്നൊരു എൻട്രിയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ എൻട്രി. ഇന്നൊരെണ്ണേ കയറിയുള്ളൂ. രാവിലത്തെ അത് മിസ്സായിപ്പോയി. സാധാരണ ഞാൻ രാവിലെ ആ ഒരു മൂവിൽ കയറിയിട്ട് ഞാൻ അന്നത്തെ പണി ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു സെറ്റപ്പ് വന്നാലും പിന്നെ കയറത്തുള്ളൂ. പക്ഷെ രാവിലെ അതിന് പറ്റിയില്ല, രാവിലെ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും.